സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല, സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സും അടുത്ത് പിന്മാറരുത്. പോരാടിക്കൊണ്ടേയിരിക്കുക. കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത്. ദുർബലമായ മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശാന്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള പ്രചോദനം ലഭിക്കും. എല്ലായ്പ്പോഴും മനുഷ്യൻ വിധിയെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റുകളുടെയും അഭിനിവേശത്തിന്റെയും ബലഹീനതകളുടെയും പ്രതിനിധിയാണ് അവന്റെ വിജയം. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും. അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കുക എന്നത്. അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് നമ്മെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്നില്ല. സ്വയം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്നും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കും. എളുപ്പമുള്ള ജീവിതം ലഭിക്കാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ പ്രയാസമുള്ള കാര്യങ്ങൾ മറികടക്കുവാനുള്ള ശക്തി ലഭിക്കുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. താൻ എന്താണെന്ന കൃത്യമായ ബോധ്യവും തൻ്റെ കഴിവുകളും പൂർണ്ണമായി വിശ്വാസമുള്ള വ്യക്തിക്ക് ചുറ്റുമുള്ളവർ പറയുന്നത് എന്താണെന്ന് ഗൗനിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയെയും നിങ്ങളെ ചതിക്കാനായി കാത്തിരിക്കുന്ന വ്യക്തിയെയും നിങ്ങൾക്ക് എപ്പോഴും പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല. അതാണ് ജീവിതം. ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം: ഒരു വേദനയുണ്ടെങ്കിൽ അതിന് തുല്യമായ നേട്ടവും ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങൾക്ക് വില കിട്ടാത്ത ഇടങ്ങളിൽ, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളിൽ, അറിവിന് യാതൊരു വിലയും നൽകാത്ത സ്ഥലങ്ങളിൽ അല്പം സമയം പോലും ചിലവഴിക്കരുത്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.